തൃക്കാർത്തികയായിട്ട് ഞാൻ വിചാരിച്ചു അടുക്കള മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വൃശ്ചികം 1-ാം തീയതിയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീടും അകവും റൂമും അങ്ങനെ കൊലായ ആ ഭാഗങ്ങളൊക്കെയാണ് അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുക്കളയുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ അമ്മമ്മ പറയും ലക്ഷ്മി ദേവി കുടികൊള്ളുന്നത് അടുക്കളയിലാണ്, അടുക്കള എപ്പോഴും നല്ല നീറ്റും ക്ലീനും വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് പറയും കേട്ടോ. അപ്പോഴാണ് ഐശ്വര്യം വീടിനുണ്ടാവുക. നമ്മുടെ ചുറ്റുപാടും റൂം എല്ലാം വൃത്തിയായിരിക്കണം, പ്രത്യേകിച്ച് അടുക്കള നല്ലോണം വൃത്തിയായിരിക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും ഒറ്റയ്ക്കാണ്. വൃശ്ചികം 1-ാം തീയതിയാണ് നമ്മളെല്ലാം 1-ാം തീയതിയുടെ മുന്നെയാണ് നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പറ്റണ പോലെയൊക്കെ എന്താ പറയുക, നമ്മുടെ മല്ലിമുളകിൻ്റെ അടപ്പും പാത്രങ്ങൾ ഇല്ലേ, ഡബ്ബ, അങ്ങനെ അതൊക്കെ തുടച്ച്, ഇല്ലെങ്കിൽ ഒരു മാസത്തിലൊരു പ്രാവശ്യം മൊത്തം അളുക്ക് മൊത്തം കഴുകി തുടച്ച് ഉണക്കി വൃത്തിയാക്കി പിന്നെ പൊടികളൊക്കെ കയറ്റാറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ച് ക്ലീനാക്കി വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളുകൊണ്ട് ഇങ്ങനെ വിട്ടു പോയി. അപ്പോൾ ഏതായാലും ഇന്ന് നല്ലൊരു ദിവസമല്ലേ, ലക്ഷ്മിദേവിയുടെ ദിവസമല്ലേ, നമ്മുടെ അടുക്കളയിൽ തന്നെ തുടങ്ങാൻ വിചാരിച്ചു. നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവരൊക്കെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കാർത്തികയുടെ തലേ ദിവസം റെഡിയാക്കി പിന്നെ അതിൻ്റെ എല്ലാ ചുറ്റുവട്ടങ്ങളും ഒക്കെ ചെയ്ത് വരുന്ന പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ചേച്ചിമാർക്കും അമ്മമാർക്കൊക്കെ അറിയണ്ടാവും. എനിക്ക് അറിയണ പോലെ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് A to Z കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞെന്നുള്ള അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇപ്പോൾ വാടക വീടാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ വീടാണെന്നൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. നമ്മൾ നിൽക്കുന്ന വീട് നമ്മുടെ വീടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ നോമ്പിൻ്റെ മുന്നേ, നമ്മുടെ വൃശ്ചികത്തിൻ്റെ മുന്നേ, കർക്കിടക സംക്രാന്തിക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യും. അല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റണ പോലെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ തുടച്ചുകൊണ്ടിരിക്കണേ ഈ റേക്കില്ലേ, അത് നമുക്ക് സ്റ്റോർ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് കേറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ, നമ്മളന്ന് കാടാമ്പുഴ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ സ്റ്റോർ റൂമിൽ ഇത്രയും റേക്കിൻ്റെ ഒരു മൂന്ന് റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ എൻ്റെ ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടി, ഡെയിലി ഇടുന്ന ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കലമാറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് എൻ്റെ റൂമിലേക്ക് ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അതിലേക്ക് മടക്കി വയ്ക്കും. പിള്ളേരുടെ ഒക്കെ ഒരു ബക്കറ്റിലാക്കി വയ്ക്കും. പിന്നെ പുതിയതൊക്കെ ഒരു അലമാരുണ്ട്, അതിനകത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ പുതിയത് അതിനകത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എന്താക്കി വെച്ചാൽ ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഞാനൊരു പ്രാവശ്യം, ഇവിടെ നമുക്ക് കിച്ചണിൽ റേക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഡബ്ബയൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ, എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല തോന്നും. പ്രത്യേകിച്ച് ഇത് പഴയൊരു വീടായതുകൊണ്ടും നിലമൊന്നും വൃത്തിയാവാത്ത ഒരു പൊട്ടിപ്പൊളിഞ്ഞൊക്കെയാണ്. പക്ഷേ ഇതന്നെ ധാരാളം കേട്ടോ, ഇതും ഇല്ലാത്തവരുണ്ട്. നമ്മുടെ വീടല്ലെങ്കിലും വാടകയ്ക്കാണെങ്കിലും ഇതെങ്കിലും നമുക്ക് എത്തിപ്പോകണുണ്ടല്ലോ, കുറ്റം പറയല്ല. പക്ഷെ നമുക്ക് വൃത്തിയായി എന്ന് തോന്നാത്തതുകൊണ്ട് ഞാൻ എന്താക്കി വെച്ചാൽ അറയൊക്കെ ഇവിടെ കൊടുന്ന ആണിയൊക്കെ വെച്ച് തറച്ച് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അളുക്കും കാര്യങ്ങളും പാത്രങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചു. വേണ്ട പാത്രങ്ങളൊക്കെ അതിൻ്റെ മേലെയും പിന്നെ അളുക്കുകൾ ഒരു സെക്ഷനിലും താഴെ വേറെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചു. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴും വൃത്തിയാണ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പരന്ന് കിടക്കില്ല. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യും. പിള്ളേരോടായാലും ഞാൻ പറയും അടുത്ത സാധനങ്ങൾ എടുത്ത കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. എനിക്ക് അടുക്കളയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിടുക, റൂമൊക്കെ അലങ്കോലാക്കിയിട്ടൊക്കെ പറയുമ്പോൾ പൂജയ്ക്കും കണ്ണൻകുട്ടിക്കൊക്കെ നല്ലോണം കേൾക്കാറുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് കുക്കിംഗ് പരിപാടിക്കൊക്കെ വേണ്ടി അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു ഭദ്രകാളിയായിട്ടാവും വരാണ്ട്. കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും, പിന്നെ ഞാനൊരു ഭദ്രകാളിയാവും. എന്നിട്ട് ഞാൻ തന്നെ ഇതേ പറഞ്ഞ പോലെ പുറത്തും കൊണ്ട് ഞാൻ തന്നെ ശരിയാക്കും. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒതുങ്ങി ഡീസൻ്റായിട്ട് നീറ്റായിട്ട് കാണണം. അതുപോലെ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ വയ്യാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവരൊക്കെ കുക്ക് ചെയ്യാൻ കയറിച്ചാൽ ആ കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ ഒന്നേച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അതെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അവരുടെ പ്രായം അങ്ങനെയാണ്, ഞാനും എൻ്റെ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കങ്ങനെ പഠിച്ചോളും. നമ്മൾ അടുക്കും ചിട്ടയൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ ഒരു വീടും കാര്യവും കുടുംബവും കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. നമ്മൾ ചെറുതിലേ പഠിച്ചുകൊണ്ട് വരേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ അമ്മമാരും വേറുള്ളവരൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേ കൂടെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ അളുക്കുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് തുടച്ച് വെച്ചു. പാത്രങ്ങളൊക്കെ ഓൾറെഡി കഴുകി വെച്ചുകൊണ്ട് പിന്നെ അതിൻ്റെ മേലൊരു ഷീറ്റ് പോലെ അല്ലാത്ത ഇത് ന്യൂസ് പ്രിൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് നല്ലതാണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഷീറ്റ് പോലെ തോന്നും, നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിൽ വെച്ചിട്ട് ഒക്കെ ഒതുക്കി അതേപോലെ പഴയ പോലെ തന്നെ വെച്ചു. എനിക്കതൊന്ന് പെയിൻറ്റ് അടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ഞാൻ തിരഞ്ഞിട്ട് കണ്ടില്ല. ബ്ലാക്ക് പെയിൻറ്റ് ഇവിടെ ഇരുന്നായിരുന്നു. ഞാൻ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മേൽക്കേട്ട്. അപ്പോൾ അത് നടന്നില്ല. പിന്നെ വരുന്നത് ഇപ്പം ഞാൻ നിൽക്കണ ഈ സെക്ഷൻ്റെ അവിടെ
അവിടെ പിന്നെ ഞാൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മിക്സി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ അവിടെ ഒരു സ്പേസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്തൊക്കെ ഷാജിൻ്റെ അടുത്ത് അവിടെ ഒരു 3 റേക്ക് പോലെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, മരം കൊണ്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാജിട്ടൻ പറഞ്ഞു അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വിട്ട് പോയപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ അവിടെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഈ നമ്മൾ ഉള്ളി ഇടുന്ന തട്ടുണ്ടായിരുന്നില്ല, 2 എണ്ണം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ വെച്ചിട്ട് ഈ ഗ്ലാസ്സൊക്കെ മറ്റേ ഗ്ലാസ് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെയാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ പരന്ന് കിടക്കുമ്പോൾ എന്തോ പോലെ ഒരു സുഖമില്ലായ്ക തോന്നി. ഇപ്പോൾ ഇതേപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള സുഖമാട്ടോ, അതൊന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയിട്ടൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്ഥാനമൊക്കെ മാറ്റി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു പുതുമ തോന്നുമല്ലോ അടുക്കളയിൽ. എനിക്ക് ഏറ്റവും കൂടുതൽ അടുക്കളയാണ് അടിപൊളിയായിട്ടിരിക്കേണ്ടത് കേട്ടോ. എന്താ വെച്ചാൽ കൂടുതൽ നേരം നിൽക്കുന്നത് അടുക്കളയിലാണ്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമാണ്, അടുക്കളയിൽ നിൽക്കണേനും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ നന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ചുമരും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലാത്തതുകൊണ്ട് അവർ പെയിൻറ്റ് അടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അടിക്കാത്തതുകൊണ്ട് ഞാൻ വന്നപ്പോഴൊക്കെ നമ്മളിങ്ങനെ തന്നെ ഒരു ചുമര് പൊളിഞ്ഞൊക്കെ, കാരണം നമ്മൾ ആ കുക്ക് ചെയ്യണ ഭാഗത്തൊക്കെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മീഷോന്ന് ടേബിൾ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുറിച്ച് ഞങ്ങളവിടെ ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു പരിധി വരെ വൃത്തിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ആകെ ഒരു വൃത്തികേടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു ബ്ലാക്ക് പെയിൻ്റൊക്കെ വാങ്ങി ആ ചുമരും അതുപോലെ ജനലും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മിക്സി വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞല്ലേ, അവിടെ പിന്നെ ഞാൻ കാര്യമായിട്ട് ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. മിക്സിയൊക്കെ തുടച്ച് വെച്ചാൽ തന്നെ, പക്ഷേ ഞാനതൊക്കെ കൂടെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഭാഗം ക്ലിയറായി. പിന്നെ ഇത് നമ്മുടെ പച്ചക്കറി കോട്ടയാണ് കേട്ടോ. അതിനകത്ത് പച്ചക്കറി ഒന്നുമില്ല, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ്. ഇനിയിപ്പോൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച അല്ലെങ്കിൽ നാളെ പോവാം, പിള്ളേർക്ക് ലീവ് ദിവസം പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താക്കി വെച്ചാൽ അതൊക്കെ മൊത്തം എടുത്തിട്ട് അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ എല്ലാ തമ്മിൽ ഓരോ ന്യൂസ് പേപ്പർ വെക്കും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നിൻ്റെ മേലെ നിന്ന് താഴത്തേക്ക്, ഈ ഉള്ളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിന്ന് പൊടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അത് താഴത്തേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനകത്തൊരു ന്യൂസ് പേപ്പറും കൂടെ സെറ്റ് ചെയ്തിട്ട് 3ലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതൊക്കെ കൂടെ അതിൽ തന്നെ ഒതുക്കി പെറുക്കി വെക്കും കേട്ടോ. ഇത് ഞാൻ ആ പറഞ്ഞ ന്യൂസ് പ്രിൻറ്റിൻ്റെ ന്യൂസ് പ്രിൻറ്റ് വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ബോക്സ് കവറ് അതാണ്. അപ്പോൾ അതൊക്കെ പീസാക്കിയിട്ട് വെച്ചിരുന്നത്, അത് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും, വേറെ കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഓരോ ന്യൂസ് പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ അടിയിലെ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അടുക്കള അടിപൊളിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെക്ക് ഭയങ്കര സന്തോഷമാണ് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ നിലത്തൊരു ഷീറ്റ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അന്നൊക്കെ, പിന്നെ എന്നെക്കൊണ്ട് സാധിച്ചില്ല. ഇനി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഷീറ്റ് കൊണ്ടുവന്നിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ വൃത്തിയാവും. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളത്തെ നമ്മുടെ വണ്ടിയിലേക്ക് കച്ചവടത്തിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനും ഒക്കെ ആവുമ്പോൾ നമുക്ക് ഈ അടുക്കള ഒരു ദിവസം രാവിലെ അടിച്ച് കഴുകിയിടും, ചൂലോണ്ട് അടിച്ച് കഴുകിയിടും കേട്ടോ. പക്ഷേ എത്ര കഴുകിയാലും തുടച്ചാലും ഇതൊരു വൃത്തി ആയിട്ട് നമുക്ക് തോന്നില്ല, പഴയ നിലയായതിൻ്റെ പ്രശ്നം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ആ താഴെ ഇരിക്കുന്നത് നമ്മുടെ അരിയുടെ ബക്കറ്റാ, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിയിട്ട് ഞാൻ അതിലിട്ടിട്ടില്ല, അത് നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരിക്കുന്നുണ്ട്, അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഇതില്ലേ കട്ടിംഗ് ബോർഡ്, അത് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് നിലത്ത് വെക്കരുതെന്ന് പറയും. നമ്മുടെ അരി ഒന്നില്ലെങ്കിൽ ഒരു പലകയമ്മലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അതിൻ്റെ മേലെ വെക്കണം എന്നൊക്കെ പറയണേക്കാ പണ്ടുള്ളവരൊക്കെ അമ്മമ്മയ്ക്ക്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ ബക്കറ്റ് വെച്ചിട്ട് അതിൽ അരിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ മൊത്തം ഞാൻ പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് വേറാക്കി വെച്ചു, കടലാസ് വേറാക്കി വെച്ചിട്ടൊക്കെ അടിച്ചോരി വൃത്തിയാക്കി. അപ്പോൾ അടുക്കള ഒരുവിധം സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ മൊത്തം ആദ്യം രാവിലെ തന്നെ അടിച്ചോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഞാൻ അടിച്ചോരി തുടച്ചിട്ടുണ്ടായിരുന്നു, മുറ്റ രാവിലെ ഞാൻ തൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുറ്റടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് തുടച്ചത് കൊണ്ട് തന്നെ ഞാൻ വൈകിട്ട് തുടയ്ക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ പിള്ളേരൊക്കെ പോയി, ഷാജേട്ടനൊന്നും ഞാൻ പറഞ്ഞല്ലോ പേരശ്ശനൂർ പൂരാണെന്ന് കച്ചവടത്തിന് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ അടുക്കള അങ്ങോട്ട് സെറ്റ് ചെയ്യാം. തൃക്കാർത്തികയല്ല, എല്ലായിടത്തും ഒന്ന് ഡെയിലി ചെയ്യുന്നത് തന്നെയാണെങ്കിൽ കൂടെ ഇങ്ങനെയൊന്നും നമ്മൾ ഡെയിലി ചെയ്യാറില്ല. അടിച്ചൊരു തുടയ്ക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ ഒരു ക്ലീനിങ് കൂടെ വരുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എന്താക്കി വെച്ചാൽ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഉമ്മറത്തുനിന്ന് തന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മറൊക്കെ തുടച്ചിട്ട് പിന്നെ എല്ലായിടത്തും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ട് വൃത്തിയാക്കി അടിച്ചോരിയത് കാരണം പിന്നെ രണ്ടാമത് അടിച്ചോരാൻ മെനക്കെട്ടില്ല കേട്ടോ, രാവിലെ അടിച്ചോരിയതല്ലേ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ ഒരു പഴം കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നിന്നതാണ്. ഇന്ന് വിശപ്പുണ്ടായില്ല, അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചൊന്ന് ഒരിക്കലെടുക്കാം. കാർത്തികയാണ്, പ്രദോഷമാണ്, അപ്പോൾ എന്തായാലും ഒരിക്കലെടുക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ, ഞങ്ങൾക്ക് അത് നടന്നില്ല. കാടാമ്പുഴ അമ്പലത്തേക്ക് പോകാനും പറ്റിയില്ല. എന്ന് വെച്ചാൽ പൂജയ്ക്ക് ഉച്ചയ്ക്ക് എക്സാം, അപ്പോൾ അവിടെ പോയിട്ട് വരുമ്പോൾ നേരം വൈകുമെന്നുള്ള ടെൻഷൻ. പിന്നെ ഷാജേട്ടൻ ഇന്ന് നേരത്തെ പൂരക്കച്ചവടത്തിന് പോകേണ്ട കാരണം
അപ്പം ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചു. അവിടെ നിന്നാണെങ്കിൽ നല്ല തിരക്കും ആവുമല്ലോ. അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് തുടച്ചിട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം. രാവിലെ ഒന്ന് കുളിച്ചതാ, ഒക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ ചവിട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടു കേട്ടോ. എനിക്കിന്ന് എന്തോ വിശപ്പേ തോന്നിയില്ല, ദാഹിക്കുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് വിശപ്പ് ഒട്ടും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഇരുന്നു, ഫോണൊക്കെ നോക്കി ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ മേലെ എഴുകി പൂജിട്ട് വരുന്ന സമയത്തേക്ക് കുളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഏകദേശം സമയമാവാറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുണികളും കാര്യങ്ങളൊക്കെ മടക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോഴേക്കും പൂജിട്ടി വന്നു, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അതൊന്നും നടന്നില്ല അന്ന്. എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ദീപാവലിയുടെ അന്നും കാർത്തിക വിളക്കിൻ്റെ അന്നും നമ്മുടെ വീട്ടിൽ ദീപങ്ങൾ തെളിയിക്കൂട്ട ചിരാതിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം ചിരാത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ദീപാരാധന അല്ല, നമ്മുടെ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ത്രിസന്ധ്യ സമയമാകുമ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു. പിന്നെ ചിരാതിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ അകത്താണ് കൊളുത്തിയത്. ചിലർ പറയണേക്കാം പുറത്ത് കൊളുത്തിയിട്ടാണ് അകത്ത് കൊളുത്താന്ന്. ഞാൻ എന്തെങ്കിലും അകത്ത് ദീപം കാട്ടി പുറത്തേക്ക് കാട്ടിയിട്ട് പിന്നെ ചിരാതിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ചിരാതൊക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടാണ് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ട് അതിലൊക്കെ എണ്ണ ഒഴിച്ച് തിരിയിട്ടിട്ട് ഞാൻ മൊത്തം കത്തിച്ച്. എനിക്കിത് എന്തോ ചെയ്യുമ്പോൾ എന്തോ ഒരു മനസ്സുഖമാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ കുറേ ദീപങ്ങൾ തെളിയിക്കുക. ആ ദീപാവലിയുടെ അന്ന്, പിന്നെ കാർത്തികയുടെ അന്നാണ് ചെയ്യുക. ദീപാവലിയുടെ അന്നാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ ഷോർട്സ് ഇട്ടത്, വീഡിയോ അപ്ലോഡ് ചെയ്തത് ദീപാവലിയുടെ അന്നാണ്. അപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഇഷ്ടം. ചെറുതിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. വിളക്ക് വെക്കാൻ നാമം ചെല്ലാനൊക്കെ എനിക്കും എൻ്റെ ഏട്ടനും അനിയനൊക്കെ ഭയങ്കര മടിയാണ്. ഞങ്ങൾ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ നാമം ചെല്ലാൻ വേണ്ടിയിട്ട് ഇരുത്തും. അപ്പോൾ നാമം ചെല്ലാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ തരുള്ളൂ. അതും ഹിരണ്യനെ കൊല്ലണ സമയമെന്ന് പറഞ്ഞാൽ അമ്മ ആ സമയമൊക്കെ കഴിഞ്ഞിട്ടേ തരുള്ളൂ. 7 മണി 7:30 കഴിഞ്ഞിട്ടേ തരുള്ളൂ. അപ്പോൾ ആ നാമം ചെല്ലൽ വല്ല ട്രെയിന് പോണ പോലെ, ഞങ്ങൾക്ക് ആർക്കോ വേണ്ടി കടമ കഴിക്കണ പോലെയൊക്കെയാണ് ഞങ്ങൾ നാമം ചെല്ലുകൊണ്ടിരുന്നിരുന്നത്. അന്നൊക്കെ ചെറുതിൽ അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.